സർക്കാർ ജീവനക്കാർക്കുള്ള പുതുക്കിയ ശമ്പളം നാളെ മുതൽ ലഭിക്കും. DA, DR എന്നിവ 4% കൂട്ടിക്കൊണ്ടുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാർ പുറത്തിറക്കി. ഒക്ടോബർ മാസത്തെ ശമ്പളത്തിനൊപ്പം കൂട്ടിയ തുക നൽകുമെന്ന് ധനവകുപ്പ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ നടത്തിയ പ്രഖ്യാപനങ്ങളാണ് ഉത്തരവായി പുറത്തിറക്കിയത്. ജീവനക്കാരുടെ 18% ക്ഷാമബത്ത ഇതോടെ 22%. പെൻഷൻകാരുടെ DR-ലും സമാനമായ വർധന ഉണ്ടാകും. സർക്കാർ ജീവനക്കാർക്ക് കുടിശ്ശികയായ 4% DA ആണ് കഴിഞ്ഞ ദിവസം സർക്കാർ അനുവദിച്ചത്. ഇനി 5 ഗഡുക്കളിലായി 13% ക്ഷാമബത്ത കുടിശ്ശിക ബാക്കിയുണ്ട്. ക്ഷാമബത്തയിൽ 3% ഒരു ഗഡു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അത് 2022 ജൂലൈയിലെ കുടിശ്ശികയെന്നാണ് ജീവനക്കാരുടെ വാദം. പിന്നീട് 6 ഗഡുക്കളിലായി 17% കുടിശ്ശികയുണ്ടായിരുന്നു. ബുധനാഴ്ച പ്രഖ്യാപിച്ചത് കുടിശ്ശികയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലെങ്കിലും അത് 2023 ജനുവരിയിൽ കിട്ടേണ്ട 4% ഗഡുവാണെന്ന് ജീവനക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. ക്ഷേമ പെൻഷനുകളുടെ പുതുക്കിയ നിരക്കുകളും നവംബർ മാസത്തിൽ വിതരണം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. ക്ഷേമ പെൻഷനുകൾ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് ഒരു മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ വിതരണം ചെയ്യുന്നത്. ഇതോടെ ഈ മാസം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓരോരുത്തർക്കും 3600 രൂപ വീതം ലഭിക്കും.